നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എന്റെ ഒരു സഹോദരിയെ പോലെയൊക്കെ തന്നെയാണ്. വീട്ടിലെത്താനും മെമ്പറിനെ പോലെ തന്നെ. അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് വളരെ അടുപ്പം തോന്നുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലെ. അപ്പൊ അവരെന്ന് പറയണത് ഈ ഒരു എന്താ പറയാ, അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അടുത്തിടെ കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. എനിക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു, ഒരു രണ്ടുപേരും വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ദൈവം നമ്മളാരെങ്കിലും നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൊണ്ടുവന്ന് കൂടുതൽ സംസാരിച്ച് മിങ്കിൾ ചെയ്ത് അങ്ങനെ ആയതാ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ തിക് ഫ്രണ്ട്സ് ആയി. ഇപ്പൊ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും രാവിലെ ഞാൻ എണീക്കുന്നതേ ഷൂട്ടിലെ സമയങ്ങളിലൊക്കെ 10 മണിക്കൊക്കെ എണീക്കുന്നത്, ചിലപ്പോ 9 മണിക്ക് എണീക്കും, അങ്ങനെയൊക്കെയാ. പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 പുള്ളിക്കാരി എണീക്കുമ്പോ 7:30 മോനെ സ്കൂളിൽ വിട്ടിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. കറക്റ്റ് 7:30 ആകുമ്പോൾ എനിക്ക് വീഡിയോ കോള്. ഞാൻ എപ്പോഴും രാത്രി കിടക്കുമ്പോ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. പക്ഷെ പുള്ളിക്കാരി വിളിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നെറ്റ് ഓൺ ആക്കിയിട്ട് വിളിക്കും. ഞാൻ എടുക്കും. പക്ഷെ അമ്മ അച്ഛനും വിളിക്കുമ്പോഴൊക്കെ അമ്മ ഞാൻ ഉറങ്ങണം, എന്നെ വിളിക്കല്ലേ, ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്നറിയും. പക്ഷെ ചേച്ചി വിളിക്കുമ്പോൾ എനിക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി തരും. എന്താ എണീറ്റില്ലേ, എന്ത് ചെയ്യുന്നു, ചേച്ചി ഉറങ്ങുന്നു. പിന്നെ ഞാൻ എണീക്കും. പിന്നെ എനിക്ക് അവിടെ പിന്നെ ഉറങ്ങണമെന്ന് തോന്നത്തില്ല. ഇപ്പം അനു ഇതുപോലെ എന്താ പറയാ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ അനു ഒരു ഗ്രൂപ്പിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോ അനുവിന്റെ തന്നെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം പരിചയമുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചോ. അപ്പൊ അവര് എന്തെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അനുവിന് ഒരു രീതിയിലും അനുവിന് വിചാരിക്കുന്ന പോലെയല്ല അവര് നിൽക്കുന്നതെന്ന് വെച്ചോ. അവരതിന് വേറെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അനുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അനുവിന്റെ ആ ഒരു സംഭവം അനു മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഞാൻ എന്റെ അഭിപ്രായം പറയുള്ളൂ അവിടെ. അപ്പൊ ചിലപ്പോ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായാലും ഞാൻ തർക്കിക്കും കിടന്ന്. ആണോ? എന്നിട്ട് നമ്മൾ അടിയാവും. അപ്പൊ അതിന് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ അതോടെ ചിലപ്പം തർക്കിക്കും. അപ്പൊ അതോടെ ചിലപ്പോ ചില ബന്ധങ്ങൾ അങ്ങനെ പോണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. അതെന്തുവാ, അതങ്ങനെയാണ്, ഇല്ല വിട്ടുകൊടുക്കത്തില്ല, ഇതെനിക്ക് അറിയുന്ന കാര്യം. ചിലപ്പോ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോ സത്യമാണോന്നില്ല, പക്ഷെ അവര് പറയുന്ന കാര്യം സത്യമാണ്, രണ്ടും സത്യമായിരിക്കില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യവും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള റൈറ്റ്സുമായിരിക്കും ഞാൻ അവിടെ പറയുക. അല്ലെങ്കിൽ മറ്റാളെ ഒന്ന് പൊക്കാൻ വേണ്ടി അയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല. ഞാൻ എന്റെ അഭിപ്രായം മാത്രമേ പറയുള്ളൂ. അതെപ്പോഴാണെങ്കിലും അങ്ങനെയുള്ള ഒരു അടി ഉണ്ടാക്കും ഞാൻ. ചില തമാശയ്ക്ക് അടി ഉണ്ടാക്കുന്നത്. ഞാൻ എവിടെ പോയാലും പിണക്കാൻ ഭയങ്കരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകത്തില്ല. ചിലപ്പോ പോവാൻ നേരത്തോ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ പിന്നെ ഉള്ളതല്ലേ പറഞ്ഞത്, എന്നാലും വിട്ടു കൊടുക്കത്തില്ല. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു, ശരിക്കും കൂടി അതെങ്ങനെയാണ്, അല്ല അതങ്ങനെയല്ല എടി അങ്ങനെയാണ്, വേണ്ട നമ്മളിത് ഇവിടെ വെച്ച് നിർത്തി, അങ്ങനെ പറഞ്ഞ് നിർത്തും. അപ്പൊ എന്തെന്നൊക്കെ പറഞ്ഞാലും അവിടെ ഇഷ്ടം അങ്ങനെ പോകുന്ന ഇഷ്ടമാണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ അനുവിന്റെ ശരിയെന്ന് തോന്നുന്നത് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ആ ഒരു തമാശക്കേ വിടുള്ളൂ. ഭയങ്കര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെയല്ല, ഇത് എനിക്കറിയാം ആ സത്യമാണെങ്കിൽ മാത്രം ഞാൻ പറയും അതങ്ങനെ അല്ല, എനിക്കറിയാം, ഞാൻ കണ്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ അത് സത്യമാണെന്നുള്ളത്. കണ്ണിൽ കണ്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആണോ? എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാനത് സത്യം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ് തെറ്റ് ചെയ്ത ആള് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്, അയാൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഞാൻ അയാളുടെ കൂടെ നിന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയും മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നീട് അവര് നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി, അവര് നമ്മളെ ചതിക്കുകയായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി? പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യാ സിറ്റുവേഷൻ? ഞാന് വിട്ടേരെ പോട്ടെ, ഞാൻ അങ്ങ് വെറുതെ എന്തിനാ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിണങ്ങിയിരിക്കുന്നത്, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ, പോട്ടെ വിട്ടേരെ പോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങ് ആ സബ്ജക്റ്റിനെ അങ്ങ് മാറ്റും. ആ ഉള്ളിൽ കാണുന്നവർക്ക് ആ വേദന അത് പോകത്തില്ല. അത് എത്ര ജന്മം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നാലും അവള് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, അങ്ങനെ അവള് ശരിയല്ല, അവള് വിശ്വസിക്കാൻ പാടില്ല, ചിലപ്പോൾ പറയുമായിരിക്കാം. ഞാൻ എന്റെ കാര്യമല്ലേ ശരിയല്ലേ പറയുന്നേ. ചിലപ്പോൾ അവർ അഭിനയിച്ച് നിൽക്കും, വീണ്ടും എവളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ, അങ്ങനെ നിൽക്കുന്നവർ കാണും. പക്ഷെ ഞാൻ എൻ്റെ വഴിയിൽ നിൽക്കത്തേ ഉള്ളൂ. അതുപോലെ ചിലർ പറയും അനു ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുവാണെന്ന് വെച്ചോ, ആ പ്രശ്നത്തെ അനു ഉണ്ടെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് അവിടെ ഇല്ലാണ്ടാക്കി കളയുമെന്ന്. ഐ മീൻ അനു അത് പെട്ടെന്ന് സോൾവ് ആക്കും അല്ലെ? അനു അപ്പൊ ഇനിഷ്യേറ്റീവ് എടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എക്സാമ്പിൾ പറയാം, ഒരു അമ്മയും മകനും പിണങ്ങിയിരിക്കുക, വർഷങ്ങളായിട്ട് നടന്ന സംഭവമാണ്. ഒരു 8-9 വർഷമായിട്ട് ഒരു അമ്മയും മകനും പിണക്കത്തില്ല. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്നു. അവരെന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാ ആ വീട്ടിലുള്ളവര്.
ഞാൻ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തതാ. ചെന്നപ്പോ മകൻ, ഈ അമ്മ, ആ വീട്ടിലൊരു രണ്ട് സഹോദരന്മാരുടെ അച്ഛയുണ്ട്. അപ്പൊ ഈ മകന്റെ അടുത്ത്, ഈ മൂത്ത മകന്റെ അടുത്ത് ഇവരാരും മിണ്ടുന്നില്ല, അച്ഛൻ മാത്രമേ മിണ്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പൊ പറയും, ഒന്നുമില്ല ഇങ്ങനെയൊക്കെ, ഫുഡ് എടുത്തു വിടും, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ ചോദിച്ചു, എന്താ അമ്മ മിണ്ടാത്തേ? അത് മോളെ നമ്മള് മിണ്ടത്തില്ല. എന്ത് പറ്റി? അല്ലാതെ 9 വർഷമായിട്ട് അങ്ങനെ മിണ്ടൂല. 9 വർഷമായിട്ട് അമ്മ ഒരു മകൻ്റെ അടുത്ത് മിണ്ടില്ലെന്നോ? എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അത് ഇങ്ങനെയാണ്, വാക്ക് തർക്കം അതാണ്. അമ്മ എന്താ? അപ്പൊ അവൻ പറഞ്ഞു, അവൻ മിണ്ടത്തില്ല, അവൻ ഇങ്ങനെ ജോലി തന്നെ കാശ് കൊണ്ടുവരും പോവും, അത്ര തന്നെ. ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, ഞാൻ മിണ്ടാറില്ല മോളെ. ഞാൻ നോക്കിയപ്പോ തെറ്റ് ആടെ ഭാഗത്ത് നോക്കി, തെറ്റ് അമ്മയുടെ ഭാഗത്തുണ്ട്. അവിടുത്തെ വീട്ടിൽ ഒരു മകന്റെ ഭാഗത്തുണ്ട്. ഇളയ മകൻ മിണ്ടുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, ജീവിക്കുക. അങ്ങനെ ഞാൻ ഇവരെ 3 പേര്, അച്ഛനെ വിളിച്ചില്ല, ഇവരെ 3 പേര്, 3 മകൻ, ഒരു 4 പേരെയും കൂടെ കാറിൽ കയറ്റി ഇരുത്തി 1 മണിക്കൂർ ഞാൻ സംസാരിച്ചു. 1 മണിക്കൂർ, അതെന്താ പറയില്ല. സംസാരിച്ചപ്പോ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പം അവരെപ്പം വിളിച്ചാലും പറയാ, അതിന് ഒറ്റ ഒരാളാണ് നമ്മുടെ ജീവിതം മാറ്റിയെടുത്തത്. കാരണം 9 വർഷം, 9, 12 ആണ് കേട്ടോ. 9 വർഷം ഞാൻ എൻ്റെ മകനായിട്ട് പിണങ്ങിയിരുന്നാണ്, ഞങ്ങളുടെ ഫാമിലി ആയിട്ട്. അതിന് വന്നിട്ടാണ് ഇത് ശരിയാക്കിയെടുത്ത് സംസാരിച്ചതാണ്. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഒരു സംസാരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാൻ വേണ്ടി വന്നു. അതുപോലെ കുറെ പേരുടെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. ഇപ്പൊ ഭാര്യയും ഭർത്താവൊക്കെ പിണങ്ങിയിരിക്കുമ്പോ ഞാൻ പോയി കോംപ്രമൈസ് ചെയ്യാറുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര രസമാണ്. എനിക്ക് അവരെ പോലത്തെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ്. എപ്പോഴെങ്കിലും അപ്പൊ തന്നെ മിണ്ടും. അതെ, ഞാനിപ്പോ വരാമേ, ചിലപ്പോൾ 2 ഉണക്കം ഉണ്ടാക്കിയിട്ടിരിക്കും, ഇപ്പൊ വരാട്ടാ എന്നൊക്കെ പറഞ്ഞു പോവും. അപ്പൊ അങ്ങനെ ഞാൻ അവരെ പിണക്കം മാറ്റിയിട്ടില്ല ഇതുവരെ. അവർ മാറ്റുമെന്ന് എനിക്കറിയാം. വേറെ ചേച്ചിയും ചേട്ടനും പിണങ്ങിയില്ലെങ്കിൽ ചെയ്യണമെങ്കിൽ എന്താ വെച്ചാൽ മിണ്ടാതിരിക്കുന്നത്, അങ്ങോട്ടും അങ്ങനെയൊക്കെ തള്ളി വിടും, അങ്ങനെയൊക്കെ പറയും. വേറെ പുറത്തുള്ള എൻ്റെ ഫ്രണ്ട്സിന്റെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചേട്ടനെ വിളിച്ചിട്ട്, അതെ കുറച്ച് നേരമായിട്ട് ചേട്ടനെ പറ്റി ഭയങ്കരമായിട്ട് പൊക്കി പറയണേ, എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഭാഗ്യമുണ്ട് ഇങ്ങനത്തെ പെണ്ണെ കിട്ടും, ചുമ്മാ പറയുന്നതാ. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. വിളിക്കും നേരെ, നീ ഇറങ്ങാറായില്ലേ, വരാറായില്ലേ, അത്രേ ഉള്ളൂ, തീർന്നു. അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. ചില ആൾക്കാർ ഭയങ്കര ടോക്സിക് ആയിരിക്കും, ഭയങ്കര നെഗറ്റീവായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യുക, നെഗറ്റിവിറ്റി. ചില ആൾക്കാരുണ്ടല്ലോ എല്ലാത്തിനും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ. അപ്പൊ അനുവിന് അങ്ങനത്തെ തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിൽ കുറച്ച് പേര് അങ്ങനെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ അപ്പൊ അനു ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ എന്തിനാ ചുമ്മാ നെഗറ്റീവ് പറയുന്ന പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. എവിടെ നോക്കിയാലും നെഗറ്റീവ്, അവിടെ എന്തോ നീ പിള്ളേര് കാണിക്കുന്നത് ചോദിക്കൂ. ഇല്ല, അവിടെ പോയിട്ട് ചോദിക്കും, നിങ്ങൾ എന്തോ നെഗറ്റീവ് ഇരുന്ന് പറയുന്നു ചോദിക്കും. ഞാൻ ചോദിക്കും, ചേച്ചി ആണോ? അപ്പൊ അവരെങ്ങാനും എന്തെങ്കിലും അവര് പറയും, നീ പോയി നിന്റെ കാര്യം നോക്ക്. നീ നിന്റെ കാര്യം നോക്ക്. അപ്പം ചിലപ്പോ നമ്മൾ എല്ലാ കാര്യത്തിലും പോയി ഇടപെടാൻ പാടില്ലല്ലോ. നമുക്ക് ഇപ്പൊ നമ്മള് ഇടപെടേണ്ട കാര്യത്തിലാണെങ്കിൽ മാത്രമേ ചോദിക്കൂ.